നമുക്ക് നെതർലാൻഡിനെ കുറിച്ചൊന്ന് നോക്കാം. വളരെ കുറവ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് നെതർലാൻഡ്. ഡെൻമാർക്കിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സൈഡ് സീ ആയിട്ടുള്ള ആംസ്റ്റർഡാം ഒക്കെ ഉള്ള രാജ്യമാണ് നെതർലാൻഡ്. അവിടുത്തെ സ്പീക്കിംഗ് ലാംഗ്വേജ് ഡച്ച് ആണെങ്കിൽ പോലും അവിടുത്തെ സെക്കൻഡ് കോമൺ ലാംഗ്വേജ്, കാരണം ടൂറിസം ബേസ് ചെയ്ത് അവിടെ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും അവിടുത്തെ ഇൻഡസ്ട്രിയും ഡെവലപ്മെൻറ്റും നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇംഗ്ലീഷ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിന് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വലിയൊരു പ്രശ്നമായി വരാൻ സാധ്യത വളരെ കുറവുള്ളതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ബേസ് ചെയ്തിട്ട് ഒരുപാട് ബിസിനസ് നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നെതർലാൻഡ്. നെതർലാൻഡിൽ ബേസിക്കലി നെതർലാൻഡിനെ കുറിച്ച് നമുക്കൊന്ന് അറിയാം. നെതർലാൻഡ് യൂണിവേഴ്സിറ്റീസ് ബേസിക്കലി മാസ്റ്റേഴ്സ് പ്രോഗ്രാമും അതേപോലെ തന്നെ UG പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് നെതർലാൻഡിലുള്ളത്. മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഫ്രാൻസ് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും അവർ നമുക്ക് സ്റ്റുഡൻസിന് 1 ഇയർ, ഇപ്പോൾ 3 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ പോലും 1 ഇയർ വിസ കൊടുത്ത് പിന്നെ അത് റിന്യൂ ചെയ്താണ് പോകുന്നത്. പക്ഷേ നെതർലാൻഡിൽ നേരെ തിരിച്ചാണ്. നെതർലാൻഡിൽ ഇപ്പോൾ 4 ഇയർ വിസയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, 4 ഇയർ സ്റ്റഡി ഡ്യൂറേഷൻ ഉള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് 4 ഇയേഴ്സ് തന്നെ വർക്ക് വിസ കിട്ടും, സ്റ്റഡി വിസ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം 2 ഇയർ ആണെങ്കിൽ അവരുടെ വിസയും ഫസ്റ്റ് സ്റ്റാമ്പ് ചെയ്യുന്നത് 2 ഇയേഴ്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ അവിടെ സ്റ്റേ ബാക്ക് 1 ഇയർ കിട്ടും കോഴ്സ് സ്റ്റഡിക്ക് ശേഷം. 2 ഇയേഴ്സ് നമ്മൾ അവിടെ ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ച് വർക്ക് വിസയിൽ നിന്നാൽ നമുക്ക് അവിടെ PR പോസിബിലിറ്റി ഉള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെ കുറച്ച് കൺട്രീസിൽ മാത്രമാണ് ഇപ്പോൾ യൂറോപ്പിൽ PR ഉള്ളത്. അതിൽ ഒരു രാജ്യം നെതർലാൻഡാണ്. നെതർലാൻഡിൽ വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതും അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെതർലാൻഡിൽ ബേസിക്കലി ഞാൻ പറഞ്ഞു ഡിഗ്രി പ്രോഗ്രാംസും ബാച്ചിലേഴ്സ് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും സീറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നെതർലാൻഡിൽ നമ്മൾക്ക് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം വേൾഡ് റാങ്കിങ്ങിൽ വളരെ ഹൈ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പാർട്ട് ടൈം ഓപ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഒരുപാട് ഡെവലപ്മെന്റ് ഉള്ള ഒരു രാജ്യമാണ്. അതുപോലെ ടൂറിസം ഒരുപാടുള്ള ടൂറിസം, ഗാർഡനിങ്, ഫാമിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ്, ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നെതർലാൻഡ്. അതുപോലെ തന്നെ നെതർലാൻഡിലുള്ള ഫീസും അത്യാവശ്യം നമ്മുടെ സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ്. ഒരു 18 to 25,000 യൂറോയുടെ ഉള്ളിലാണ് ഫീസ് വരുന്നത്. അതും 50% to 70-80% വരെ ഫീ പേയ്മെന്റ് സ്റ്റുഡൻസിന് ഇവിടെ ചെയ്തിട്ട് അങ്ങോട്ട് പോയി പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെതർലാൻഡിൽ മെയിനായിട്ട് 2 ഇൻടേക്കാണ് ഉള്ളത്. ഒന്ന് ജനുവരി, വേറൊന്ന് സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് ഉള്ളത്. ഇത് ഇച്ചിരി പക്ഷേ നെതർലാൻഡിൻ്റെ ഒരു മോശം സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വിസ പ്രോസസ്സിങ് ഡ്യൂറേഷൻ ഒരുപാട് ലോങ്ങർ ആണ്. കാരണം നമ്മളെ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6-7 മാസം മുമ്പെങ്കിലും ഫുൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ IELTS മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഗുഡ് സ്കോർസ് മാൻഡേറ്ററി ആണ്. മിനിമം 60% എങ്കിലും വേണം. മാനേജ്മെന്റ്, IT, അതുപോലെ തന്നെ മറ്റ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒരു വേറൊരു കൺട്രിയിലാണ് എന്ന് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരു കൺട്രി ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു രാജ്യമാണ് നെതർലാൻഡ്. ഇത് ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷവും നിങ്ങൾക്ക് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് പോയി കാണാനോ അല്ലെങ്കിൽ അവിടെ ജോബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും നെതർലാൻഡ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. കൂടുതൽ നെതർലാൻഡിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഡീറ്റെയിൽസ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. സോ